ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കി ഇടുകയാണെങ്കിൽ ഇനി നമ്മുടെ ചാനൽ ആരൊക്കെ കാണുന്നുവോ അവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. 99% ക്രിയേറ്റേഴ്സിനും ഇതിനെപ്പറ്റി അറിയില്ല. ഇനി നമ്മുടെ ചാനലിൽ 0 സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, ഈ ഒരു ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ജസ്റ്റ് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്ത് ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കി ഇട്ടാൽ മതിയാകും. ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ നോർമലായിട്ട് നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയാകും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഞാനിവിടെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കാം ഈ ഒരു സെറ്റിംഗ്സ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നും ഇനി അത് കണ്ടെത്തി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കൂടെ ചെയ്യാൻ കഴിയുന്നത് എന്നും ഞാനിപ്പോൾ ഇവിടെ ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയറി കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പതിയെ നമ്മുടെ ചാനൽ റീച്ചാക്കി എടുക്കാൻ കഴിയും. ഇന്ന് ഒത്തിരി ക്രിയേറ്റേഴ്സിന്റെ വിഷമമാണ് അവരുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ആവുന്നില്ല എന്നതിനെ പറ്റി. ഒരുപാട് പേര് എന്നോട് കോൺടാക്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്നത്, ചേച്ചി എന്തെങ്കിലും എളുപ്പ മാർഗമുണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്ത് 1000 സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ കഴിയുമോ എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ചാനലിൽ കൂടുതലായിട്ടും ഷോർട്സ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ ലൈവ് സ്ട്രീം കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം യൂട്യൂബ് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ആ സെറ്റിംഗ്സ് എവിടെയാണെന്നും അത് എങ്ങനെയാണ് നമുക്ക് ഓൺ ആക്കേണ്ടതെന്നും. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മോഡ് നമുക്ക് കണ്ടെത്തി ഓൺ ആക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കാണിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് മോഡ് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാനായിട്ട് കഴിയും ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ലൈവ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയി വരും. അതിനുശേഷം സൈഡ് സ്ക്രീനിൽ കാണുന്ന പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈവ് പേജ് നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ താഴെയായിട്ട് ലൈവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ലൈവ് പേജിൽ ടൈറ്റിൽ കൊടുക്കുന്നത് ഗെയിൻ 50 സബ്സ്ക്രൈബേഴ്സ് ഇൻ 1 ഡേ എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി താഴെയായിട്ട് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു ഡേറ്റും ടൈമും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അത്രയും നിങ്ങൾ ചെയ്തതിന് ശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മോഡ് ഓപ്പൺ ആക്കുന്നത് ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് താഴെ കാണുന്ന അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ചാറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബാക്ക് വരിക. ഇനി ലൈവിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഇംപ്രസീവ് തമ്പനയിൽ കൊടുക്കുക. ഞാനിവിടെ ഒരു തമ്പനയിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇനി അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, മെയ്ഡ് ഫോർ കിഡ്സും നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സും. അതിൽ നമുക്ക് നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൈവ് പേജ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ലൈവ് പോകാം. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇനി നിങ്ങളെ ലൈവ് പോകാൻ പാടില്ല. നമ്മൾ ഇത്രയും സമയം സബ്സ്ക്രൈബേഴ്സ് മോഡ് ഓൺ ആക്കിയിട്ടില്ല. ഇനിയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മോഡ് ഓൺ ആക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഡൺ ക്ലിക്ക് ചെയ്യുക. ബാക്ക് വരിക. ഇനി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് മോഡ് ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ലോഗോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ചാനൽ ഓപ്പൺ ആയി വരും. അതിന് മുകളിലായി കാണുന്ന ലൈവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത ലൈവ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ആ ലൈവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചാറ്റ് ഫിൽറ്റർ എന്നും കമ്മ്യൂണിറ്റി മോഡറേറ്റർ എന്നും 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ കമ്മ്യൂണിറ്റി മോഡറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് കാണുന്ന എനിവൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. ഇതിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡ്യൂറേഷൻ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് എനി ഡ്യൂറേഷൻ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്ന ലൈവിൽ മറ്റൊരാൾക്ക് കമൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അവർക്ക് നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ.
ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ലൈവ് ചെയ്യുന്നവർക്ക് മാത്രമല്ലേ പ്രയോജനമുള്ളൂ എന്ന്. തീർച്ചയായിട്ടും ഇത് ലൈവ് ചെയ്യുന്നവർക്ക് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. നിങ്ങൾക്ക് ഫേസ് കാണിച്ച് ലൈവ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല മെസ്സേജുകൾ പാസ് ചെയ്തുകൊണ്ടുള്ള ക്ലിപ്പുകൾ നമുക്ക് ടാഗ് ചെയ്ത് വെക്കാം. പൊതുവെ ഇപ്പോൾ കണ്ടുവരുന്നത് സ്നേക്ക് ലൈവ്, അങ്ങനെയുള്ള ലൈവ് നമുക്ക് ടാഗ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മെസ്സേജ് മാത്രം വായിച്ച് നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് സമയക്രമം പാലിച്ച് നിങ്ങൾ ലൈവ് സ്ട്രീമുകൾ ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ നമുക്ക് വ്യൂസ് കുറവാണെങ്കിലും തുടർച്ചയായി നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വ്യൂസ് കൂട്ടിയെടുക്കാനും കഴിയും. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മോഡ് ഓൺ ആക്കി വയ്ക്കുന്നതിലൂടെ നമുക്ക് ഡെയിലി സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്യാനും കഴിയും. അതുപോലെ ഏറ്റവും വലിയ പ്രയോജനം നമ്മുടെ ലൈവ് സ്ട്രീം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. യൂട്യൂബ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ നൽകുന്നത് വെർട്ടിക്കൽ ലൈവ് സ്ട്രീമുകൾക്കാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ലൈവ് സ്ട്രീം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സും അതുപോലെ വാച്ച് അവറും കൂട്ടിയെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനല് മോണിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ വീഡിയോസും ഷോർട്സും ലൈവ് സ്ട്രീമുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.